ഹലോ, നമ്മുടെ ഹീറോ പറപ്പൂര് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എൻ്റെ അനിയൻ 28 ദിവസം അബുദാബിയിലും 28 ദിവസം നാട്ടിലാണ് കേട്ടോ. അപ്പോൾ അവ എത്തിയിട്ട് ആ സന്തോഷത്തിൽ ഞങ്ങൾ പറപ്പൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ആരാധിക്കുട്ട അതേ ഇങ്ങനെ ഈ കോലത്തിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ചീത്ത പറഞ്ഞിട്ട് ഒന്നും കൂടി ഓടിപ്പിച്ചൊക്കെ റെഡിയാക്കിച്ചൊക്കെ പോവാട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ അന്നപൂർണേശ്വരി അമ്പലത്തിൻ്റെയൊക്കെ വഴി ഇതേ പറപ്പൂർ എത്തിയിട്ടാ ഗൈസ്. എത്തിയപ്പോൾ ഇതേ ഫ്രണ്ടിൽ തന്നെ അവ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ അവരൊന്നും കാണാത്തെന്ന് ചോദിക്കട്ടെ അവൻ. അപ്പം എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തല താത്തി ഗൈസ്. അങ്ങനെ ദേ ഉള്ളിലേക്ക് പോയപ്പോൾ നമ്മുടെ അടുത്ത ഹീറോ, നമ്മുടെ വീട്ടിലെ അടുത്ത ഹീറോ ദേ ചാച്ചുട്ടട്ടാ. ചാച്ചുട്ടൻ്റെ വയ്യായിക്കൊന്നും മാറിയിട്ടില്ല കേട്ടോ ഗൈസ്. അവന് ഒരു സുഖമില്ല അവന്. ഇങ്ങനെ ചിരിക്കണം കളിക്കുന്നുണ്ടെങ്കിലും അവനതങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടില്ല. ന്യൂമോണിയയുടെ സ്റ്റാർട്ടിങ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ആദ്യക്കുട്ടൻ ഞങ്ങളോടത്തെ വലിയ അച്ചാച്ചനായിട്ട് അടിപിടി കൂടി കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി ഞങ്ങളുടെ അച്ചാച്ചനാട്ടോ, എൻ്റെ അച്ഛനുണ്ട ഗൈസ്. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടന് പണി കൊടുത്തു. ഫ്രണ്ടിൽ ഹാളിൽ കുറേ ഫോട്ടോസൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എന്നെ ഹാളിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ തൂക്കാൻ പറഞ്ഞിട്ട് കുറച്ചൊക്കെ അച്ഛൻ തൂക്കി, പക്ഷേ പിന്നെ തൂക്കിണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ദേ അമ്മൂസ് അവിടെ നെയ്ച്ചോറ് വെക്കണ ധൃതിയിലാണ് കേട്ടോ. അങ്ങനെ പിള്ളേഴ്സൊക്കെ ദേ അവിടെ ചാടി ഓടി കളിക്കുന്നുണ്ട്. സഞ്ചാറിൻ്റെ പിള്ളേർ ഞങ്ങളെ മണം കേൾക്കുമ്പോഴേക്കും ഓടി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിള്ളേരൊക്കെ ആയിട്ടുള്ള കളി. അപ്പോൾ ചാച്ചുട്ടനെ ആയിട്ടാണ് നടക്കുന്നത്. ചാച്ചുട്ടൻ വന്നുടനെ തന്നെ നേരെ അങ്ങോട്ട് ഓടിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ദേ അവരൊക്കെ നല്ല കളിയിലാട്ടോ. അപ്പോൾ പ്രേക്ഷേട്ടൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഓടി കളിക്കരുത് കേട്ടോ എന്നൊക്കെ. അങ്ങനെ ദേ അമലുട്ടനൊക്കെ ട്യൂഷന് പോയെടുക്കുക. ദേ അവിടെ നിന്നൊക്കെ ദേ എത്തിയിട്ടാ. അമലുട്ട എത്തി. അമലുടെ നല്ല സന്തോഷത്തിലെ വരുന്നത്. മാമനെ കാണുന്ന സന്തോഷമാണ് ഗൈസ് എല്ലാവർക്കും. 28 ദിവസം ആകുമ്പോഴേക്കും മാമ എത്താറാകുമ്പോഴേക്കും എത്താത്തെന്ന് ചോദിക്കും. അപ്പം അച്ഛൻ അമലിനെ പിറന്നാളിന് എടുത്തോടത്ത ഷൂ ആട്ടത്. അപ്പോൾ ആ ഷൂ ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയണ്ട ആദ്യം കിട്ടാ. നീ എന്തായാലും ഒന്നും ഒരു ദിവസം ഇട്ടില്ലേ, ഇനി നീ ഇടണ്ട, ഇനി ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സഞ്ജുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. സഞ്ജുട്ടനൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. സഞ്ജുട്ട കാണുന്ന പോലെയല്ല. അങ്ങനെ ദേ പിള്ളേഴ്സൊക്കെ നല്ല കളിയിലാട്ടോ. അപ്പോൾ ചേട്ടനോട് എന്തൊക്കെയോ ചോദിക്കുകയാണ് പിള്ളേഴ്സ്, അത് ചെയ്തായോ ഇത് ചെയ്തായോ എന്നൊക്കെ. അങ്ങനെ മാമനും വന്നിട്ട് ഷൂ അടിപൊളിയാണല്ലോ. അങ്ങനെ ദേ നെയ്ച്ചോറൊക്കെ ദേ തളച്ചടങ്ങിയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറൊക്കെ ചൂടുള്ള നെയ്ച്ചോറ് തിന്നാനുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അമ്മൂസിൻ്റെ വിഭവമാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഇരുന്ന് വർത്താനത്തിലാണ് കേട്ടോ. ജീരക വെള്ളം ഇട്ട് അവിടെ ഇരിക്കണത്. അപ്പോൾ എല്ലാവരും ഇരുന്ന് വർത്താനത്തിലാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എൻ്റെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയണം. അപ്പോഴും അമ്മ ദേ കിച്ചണിലാണ് കേട്ടോ ഗൈസ്. നല്ല ബീഫ് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം നെയ്ച്ചോറ് അമ്മും ബീഫ് കറി അമ്മയാണ് ഇട്ടുണ്ടാക്കണം. അപ്പോൾ ദേ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ദേ അടുപ്പുമ്പോഴാണ് തയ്യാറാക്കണം. ബീഫ് അടുപ്പുമ്പോൾ ഉണ്ടാക്കിയ സൂപ്പറാണ് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റുള്ള ബീഫ് കറി കിട്ടും. ഉണ്ണിട്ടൻ കുന്നംകുളത്ത് നിന്ന് വാങ്ങിച്ചതാട്ടോ, വരുന്ന വഴിക്ക് വാങ്ങിച്ചത്. അങ്ങനെ ചേച്ചിയൊക്കെ എത്തിയിട്ടാ ഗൈസ്. ചേച്ചി വരുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ അമലുട്ടന് സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അമലുട്ടൻ്റെ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കേക്ക് മുറിയൊക്കെ ഇന്ന് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് കേട്ടോ രാത്രിയാണ് കേക്ക് മുറിക്കണം. അങ്ങനെ ചേച്ചി കൊടുന്ന വേപ്പിൻ്റെ ഇലൊക്കെ ചാച്ചുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചി വരുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവർക്കും കൊണ്ടുവരുന്നതാണ് ഗൈസ് വേപ്പില. അങ്ങനെ ദിലീപേട്ടനും എല്ലാവരും സെറ്റായിട്ട് ആദ്യം നമ്മുടെ ചാച്ചുട്ടനെ ചേച്ചി കൊഞ്ചേട്ടാ. ചേച്ചിക്ക് അങ്ങനെ കൊഞ്ചാൻ കിട്ടാറില്ല, കടയക്കാരനെ അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എൻ്റെ സൗണ്ടിലൊക്കെ വ്യത്യാസമില്ല ഗൈസ്. വോയിസോറൊക്കെ കൊടുക്കുമ്പോൾ തീരെ വയ്യാട്ടാ. മൂക്കൊക്കെ അടഞ്ഞിട്ടേ ഒന്നിനും ഒരു സുഖമില്ല. ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേ ചാച്ചുട്ടനൊക്കെ ആയിട്ട് പിള്ളേഴ്സൊക്കെ കളിക്കാട്ടാ. ചാച്ചുട്ടൻ പറയാമല്ല, ചാച്ചുട്ടനോട് ആദ്യക്കൂട്ടം പറയാം എല്ലാവരും അടിക്കുകയെന്ന് പറയുമ്പോൾ അവ അതുപോലെ തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാലും ചാച്ചുട്ടന് ഒരു സുഖമില്ല ഗൈസ്, ഒരു ഉഷാറില്ല കുട്ടിക്ക്. ആ വയ്യായിക അങ്ങോട്ട് മാറിപ്പോയിട്ടില്ലേ. ഈ കഫക്കെട്ട് ന്യൂമോണിയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എടുക്കണ്ട പറയാം. അപ്പോഴേക്ക് ഇതേ അപ്പുറത്തെ പിള്ളേരൊക്കെ ദേ സനിച്ചേട്ടനോടെ നല്ല കളിയിലാട്ടാ. ഈ കളിയുടെ ഇടയിൽ ദേ ആനയുട്ടനൊക്കെ കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടാ. അങ്ങനെ എന്നാലും അതങ്ങനെ ഇങ്ങോട്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയി. അത് ഇവിടെ വന്നുമ്പോഴേക്കും അവിടെ കളിക്കാനായിട്ട് ഓട്ടത്തിനാണ് ഇവിടെ വരിക. അപ്പം അച്ചാച്ചി ഇപ്പം ആദ്യക്കൂട്ടനോട് ചോദിക്കാറുള്ളത് എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നേ, അപ്പുറത്ത് പോയി കളിക്കാനല്ലേ നീ ഇങ്ങോട്ട് വരണ്ടാട്ടാ. അപ്പോഴേക്ക് ഇതേ ബീഫ് കറിയൊക്കെ ദേ ആവാൻ വേണ്ടിയിട്ട് അമ്മ ദേ സബോളയും സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ദേ കേക്കൊക്കെ ദേ മേശയമ്മ കൊടുന്ന് വെച്ചിട്ട് അപ്പോഴേക്ക് ദേ മാമൻ കൊടുന്ന കുറച്ച് ക്ലിപ്പൊക്കെ ആരാധ്യമോൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മാമൻ കൊടുത്തു കൊടുക്കട്ടെ. അതേ ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഇത് നിൻ്റെ അമ്മയ്ക്ക്, ഇത് നിനക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് പറയാണ് വേഗം ഫുഡൊക്കെ വേഗം കഴിച്ചോട്ടാ, എനിക്ക് രാത്രി അന്ത്യാവോളം ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ അമ്മ വന്ന് പറയണൊക്കെ ഉണ്ട്. അങ്ങനെ ദേ അവർ ആ ക്ലിപ്പിനെ കുറിച്ച് നോക്കുക കേട്ടോ. നല്ല രസമുള്ള ക്ലിപ്സ് ആയിരുന്നു കേട്ടോ. ഒരു പൂച്ചയുടെ ക്ലിപ്പും ഒരു വേറൊരു ഇങ്ങനെ ക്രാബ് പോലെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്കുട്ടി ഇങ്ങനത്തെ ഒന്നും എടുക്കാനൊന്നും അവനറിയില്ല കേട്ടോ. എന്നാലും എങ്ങനെയാണോ വാങ്ങിച്ചു
കൊടുന്നത് അതൊക്കെ. അപ്പം അതൊക്കെ നമ്മുടെ അമ്മൂസ് ആരാധ്യയുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ പൂച്ച ക്ലിപ്പ്. ഇത് നല്ല വെറൈറ്റി ക്ലിപ്സ് അല്ലേ, നല്ല രസമല്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ണൂട്ടൻ അങ്ങനെ അറിയില്ല. ഗേൾസിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നോക്കിയെടുക്കാനൊന്നും അറിയില്ല കേട്ടോ. ഇത് എന്ത് പറ്റിയാവും. അങ്ങനെ അമ്മയുടെ ബീഫ് കറിയൊക്കെ റെഡിയായി. ഇതേ അളിയന്മാരൊക്കെ ഇരുന്ന് ബീഫ് കറി ഇതൊക്കെ കഴിക്കാനിട്ട്. അതെ അപ്പോൾ ആരാധ്യ തലയിൽ ഇത് ഇങ്ങനെയൊക്കെ വെക്കാട്ടെ കൈസ്. നല്ല സൂപ്പർ പൂച്ചക്കുട്ടി ക്ലിപ്പ്. അപ്പോഴേക്കും മാമൻ പിന്നെ പിള്ളേഴ്സിന് വേറെ എന്തോ ഒരു കീച്ചയും പോലെ കയ്യുമ്മ കെട്ടണ ഒരു സംഭവം പോലത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മലൂട്ടിന് ഇതേ അതൊക്കെ മാമൻ തന്നെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കളർ അമ്മലൂട്ടൻ എടുത്തു കേട്ടോ. ആദ്യക്കുട്ടനും ഉണ്ട്, ആനയുട്ടനും ഇല്ല കേട്ടോ. അപ്പം ആനയുട്ടൻ ചോദിക്കണം മാമ എനിക്ക് മാത്രം കൊടുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ആദ്യക്കുട്ടനും ഇതാട്ടാ. അങ്ങനെ മാമനും ഉണ്ട് കേട്ടോ, അതായത് ഉണ്ണൂട്ടനും ഉണ്ട്. ഉണ്ണൂട്ടന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആദ്യക്കുട്ടൻ്റെ നല്ല രസമുണ്ട്. ഇത് ബ്ലാക്ക് കളറായ കാരണം അമൽ പറഞ്ഞിക്ക് അത് വേണ്ടയ്ക്ക് മറ്റേത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ ഒക്കെ പ്രഹസനാണ് ഈ കാണുന്നത്. അങ്ങനെ മാമൻ അമലുട്ടന് സർപ്രൈസായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, ഒരു പാൻറ്റും ഒരു ഷർട്ടായിരുന്നു കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അവനെ കൊണ്ടില്ല ഗൈസ്. പറഞ്ഞു അവനെ മാമൻ്റെ സൈസ് തന്നെ വേണം, കാരണം അവൻ തടിയുള്ളത് കൊണ്ട്. ഇത് കുട്ടികളുടെ സൈസാണ് അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിന് മാറ്റണ്ട കൈസ്. അപ്പോൾ അത് മാറ്റണം എന്ന് വെച്ചിട്ടിരിക്കുക. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴും അത് കൊണ്ട് കയറിയില്ല. അപ്പം അമ്മൽ പറഞ്ഞു സാരില്ല പനവിട്ട് അവിടെ നിന്ന് പറയണ്ട്, കയറിയില്ലെങ്കിൽ ഞാൻ ഇട്ടോളാം, മാറ്റേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഗായ്സ്.